അടുത്ത പസിലിലേക്കാണ് പോകാൻ. നമുക്ക് പാരലൽ പസിൽ കഴിഞ്ഞു. നമുക്ക് അടുത്ത് വന്ന പസിൽ ബോക്സ് പസിലാണ്. ബോക്സ് ഫ്ലോർ എന്നുള്ള പസിൽ നിങ്ങൾക്ക് ഒരു പരീക്ഷ കിട്ടിയാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബോക്സ് ഫ്ലോർ പോസ്റ്റ്. കാരണം അത്രമാത്രം എളുപ്പമാണ് നമുക്ക് ഈ ബോക്സും ഫ്ലോറും ഒക്കെ ചെയ്യാൻ. നമുക്ക് അറേഞ്ച് ചെയ്താൽ മതി അതിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ. സോ നമുക്ക് അങ്ങനത്തെ ഒരു പസിലാണ് ഇത് വന്നത്. ഇതിന് വേരിയബിൾ ഇല്ല. സോ അതുകൊണ്ട് നമുക്ക് ഇച്ചിലൂടെ അത് എളുപ്പമാണ്. നമുക്ക് ബോക്സ് പസിലേക്ക് പോകാം. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 9 ബോക്സസ് ആർ പ്ലേസ്ഡ് അബവ് വൺ അനദർ. സോ ഒമ്പതെണ്ണം നമ്പർ ബോക്സ്. ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാം. നമ്മുടെ കണ്ടീഷനിലേക്ക് വരാം. അറ്റ്മോസ്റ്റ് 2 ബോക്സസ് ആർ പ്ലേസ്ഡ് അബവ് ദ ബോക്സ് എ. അറ്റ്മോസ്റ്റ് എന്ന വാചകം നിങ്ങൾ ശ്രദ്ധിക്കുക. പസിലിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ. അറ്റ്മോസ്റ്റ് മീൻസ് മാക്സിമം. സോ മാക്സിമം എത്ര ബോക്സ് വരെ എയുടെ പേര് വരാം? 2. മാക്സിമം 2 ബോക്സ് എന്ന് പറയുമ്പോൾ എയുടെ മുകളിലേക്ക് എന്തിനൊക്കെയുള്ള പോസിബിലിറ്റി ഉണ്ട്? 0 വരാം, 1 വരാം, 2 വരാം. ഈ 0യെ പലരും കൺസിഡർ ചെയ്യാറില്ല. അതാണ് വേറൊരു പ്രശ്നം. സോ ആദ്യത്തെ ഇത് കഴിഞ്ഞു. 2 ബോക്സസ് ആർ പ്ലേസ്ഡ് ബിറ്റ്വീൻ എ ആൻഡ് എച്ച്. എയും എച്ചും തമ്മിൽ 2 പേരുടെ വ്യത്യാസം. ഞാനിപ്പോൾ മുകളിലും താഴെയൊന്നും കാണിക്കുന്നില്ല, കാരണം അതായതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നില്ല. നമുക്ക് വീണ്ടും അത് ചെയ്യുമ്പോൾ ഇത് ചെയ്യാം. ബോക്സ് സി ഈസ് പ്ലേസ്ഡ് അഡ്ജസൻറ്റ് ടു ബോക്സ് എച്ച്. എച്ചിൻ്റെ അടുത്ത് ആരുണ്ട്? ഇ. എച്ചിൻ്റെ അടുത്ത് ആരെ പ്ലേസ് ചെയ്യണം? ഇയെ പ്ലേസ് ചെയ്യണം. പിന്നെന്താ? ദ നമ്പർ ഓഫ് ബോക്സസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ബോക്സ് എ ആൻഡ് ബോക്സ് ഇ ഈസ് 2 ലെസ് ദാൻ ദ നമ്പർ ഓഫ് ബോക്സസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ബോക്സ് ഇ ആൻഡ് ജി. നമ്പർ ഓഫ് ബോക്സസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ബോക്സ് എ ആൻഡ് ഇ, അത് 2 കുറവായിരിക്കും. ആരുടെ ബോക്സിനേക്കാൾ? ഇയുടെയും ജിയുടെയും ഇടയ്ക്കുള്ളതിനേക്കാൾ 2 കുറവായിരിക്കും. അതായത് ഇയും ജിയും 4 ആണെങ്കിൽ മറ്റേത് 2 ആയിരിക്കും. അതായിരിക്കും അതിൻ്റെ ഇത്. ബോക്സ് ബി ഈസ് പ്ലേസ് ജസ്റ്റ് എബവ് ബോക്സ് ടി. ബോക്സ് ബി ഈസ് പ്ലേസ് ജസ്റ്റ് എബവ് ബോക്സ് ടി. ഡിയുടെ തൊട്ട് മുകളിൽ. അത് നമ്മളിങ്ങനെയാണ് കാണിക്കുന്നത്. ജസ്റ്റ് എബവ്, ഇല്ല ഇമ്മീഡിയറ്റ്ലി എബവ്. വിച്ച് ഈസ് 2 പ്ലേസസ് എബവ് ദ ബോക്സ് സി. ഡി എന്ന് പറഞ്ഞാൽ 2 പ്ലേസസ് എബവ് ബോക്സ് സി. 2 പ്ലേസസ് എബവ് എന്ന് പറഞ്ഞാൽ 2 പേഴ്സൺ അല്ല. നമ്മൾ മുമ്പേ കണ്ട പോലെ, പോസ്റ്റ് കണ്ട പോലെ 2 - 1 എന്ന് ചേർക്കുക. സോ ഡിയുടെ തൊട്ട് മുകളിലാണ്. എന്നാൽ ഡി എന്ന് പറയുന്ന ആൾ സിയേക്കാൾ 2 ബോക്സ് മുകളിലാണ് എന്നുള്ളതാണ് അതിനകത്ത്. ഓക്കെ. ബോക്സ് എഫ് ഈസ് പ്ലേസ് 2 പ്ലേസസ് എബവ് ബോക്സ് ഐ. ബോക്സ് എഫ് എന്ന് പറയുന്നത് 2 പ്ലേസസ് എബവ് ബോക്സ് ഐ. അത് ഇതുപോലെ തന്നെ മേളിലുള്ളത് മേളിലൊന്ന് തന്നെ കാണിച്ചോളുക. ബോക്സ് എഫ് ഈസ് പ്ലേസ് 2 പ്ലേസസ് എബവ്. അവിടെയും 2 പ്ലേസസാണ്. സോ ബിറ്റ്വീൻ ഒരു ബോക്സേ വരത്തുള്ളൂ. ഇനി നമുക്ക് തുടങ്ങാം. അതിനകത്ത് നമ്മുടെ കണ്ടീഷനിലേക്ക് നോക്കാം. നോക്കിയേ, ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമില്ല. ക്ലൂവിലേക്ക് വരുന്നു. നോക്കിയേ, നമുക്ക് എടുക്കാം. എയുടെ മുകളിൽ എത്ര പേരെ വെച്ചെടുക്കാം? 0 ആയിട്ട് എടുക്കാം. അത് പറ്റിയില്ലെങ്കിൽ എയുടെ മുകളിൽ ഒരാളെ വെക്കാം, അല്ലേ? അതേ എയുടെ കണക്ഷൻ താഴെ എച്ച്, പിന്നെ എച്ച് ഇ ആയിട്ടുള്ള കണക്ഷൻ, എയും ഇ ആയിട്ടുള്ള ഇഷ്ടംപോലെ കണക്ഷനുണ്ട്. നിങ്ങളത് കറക്റ്റായിട്ട് അപ്രോച്ച് ചെയ്താൽ മതി. സോ നമുക്കെടുക്കാം. എയുടെ മുകളിൽ ആരും ഇല്ലയെന്ന് ഞാൻ കരുതുന്നു, 0. അത് പറ്റിയില്ലെങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് പോകും. ദെൻ അടുത്തത് എയുടെ 2 കഴിഞ്ഞ് എച്ച്. എച്ചിൻ്റെ അടുത്ത് ഇ വരുന്നു. എച്ചിൻ്റെ അടുത്ത് ഇ വരണമെങ്കിൽ ഇവിടെയും വരാം, ഇവിടെയും വരാം. നമുക്ക് ഇവിടെ വെക്കാം, കാരണം ഇവിടെ വെക്കാത്ത എന്താണെന്നുള്ളത് നമുക്ക് പിന്നെ കാണാം. സോ പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, എയുടെയും ഇയുടെ ഇടയ്ക്ക് എത്ര പേരുണ്ടോ അത് ഇയുടെയും ജിയുടെയും ഉള്ളതിനേക്കാൾ 2 കുറവാണ്. അപ്പോൾ എയുടെ ഇയുടെ ഇടയ്ക്ക് എത്ര പേർ? ഒരാൾ. അപ്പോൾ ഇയുടെയും ജിയുടെയും ഇടയ്ക്ക് എത്ര പേരായിരിക്കണം? 3. മനസ്സിലായി? സോ എയുടെ ഇയുടെ ഇടയ്ക്ക് ഒരാൾ, അത് മറ്റവരെക്കാട്ട് 2 കുറവായിരിക്കണം. അപ്പോൾ 1 + 2 എന്നുള്ളതാണ് ഇയും ജിയും. 1ടെയും ജിയുടെയും ഇടയ്ക്ക് 3 പേർ. സോ ജിയെ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. സോ നമ്മൾ ഇത്രയും ഇത് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഇവരെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം സിയും ഡിയും ബിയും നമുക്ക് പ്ലേസ് ചെയ്താലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമുക്ക് സിയെ ഇവിടെ പ്ലേസ് ചെയ്താൽ ഒരെണ്ണം കഴിഞ്ഞ് ഡി പറ്റില്ല. അപ്പോൾ സിയെ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഒരെണ്ണം കഴിഞ്ഞ് ഡി, ബി ഇവിടെ, സി,
മുകളിലേക്ക്, ഡി ഇവിടെ, ബി ഇവിടെ. നോക്കിയേ, അത്രയും നമ്മൾ പ്ലേസ് ചെയ്തു. ഇനി നമ്മുടെ ലാസ്റ്റ് ഇത് ഐ കഴിഞ്ഞ് ഒരെണ്ണം കഴിഞ്ഞ എഫ്, അങ്ങനെ ഒരു ഇത് ഈ പോസിബിലിറ്റിയിലില്ല. സോ നമ്മുടെ ഇത് ഫെയിലായിപ്പോയി. സോ എ 0 എന്നുള്ളത് വെട്ടി. അപ്പോൾ അടുത്ത് എന്തെടുക്കുന്നു? എയുടെ മുകളിൽ ഒരാൾ, എയുടെ മുകളിൽ ഒരാളായിക്കോട്ടെ. സോ പഴയ പോലെ തന്നെ എയുടെ 2 കഴിഞ്ഞ് എച്ച്, എച്ചിൻ്റെ അടുത്ത് ഇ. നിങ്ങൾക്ക് ഇവിടെ വെക്കാം കേട്ടോ, പക്ഷെ അപ്പോഴത്തേക്കും ഗ്യാപ്പ് വരും. എയുടെയും ഗ്യാപ്പ് അത്രയും വരും. പിന്നെ 2 എണ്ണം കൂട്ടണം നമ്മൾക്ക് അവർ തമ്മിൽ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് പറ്റിയില്ലെങ്കിൽ ഇവിടെ വെക്കാം അതിനകത്ത്. സോ എയും തമ്മിൽ ഒരാളുടെ ഗ്യാപ്പ്, അപ്പോൾ ഇയും ജിയും തമ്മിൽ 3 പേരുടെ ഗ്യാപ്പ്. മുകളിലോട്ട് പോവോ? ഇല്ല. 1 2 3, ജി ഇവിടെ. ഓക്കെ, ഇനി നമ്മൾ മുമ്പത്തെ പോലെ തന്നെ ഇവരെ പ്ലേസ് ചെയ്യാം. സി കഴിഞ്ഞ് ഒരെണ്ണം കഴിഞ്ഞ് ഡി, ഡിയുടെ മുകളിൽ ബി. ഇനി നമ്മളോട് കറക്റ്റായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഐയുടെ ഒരാൾ കഴിഞ്ഞിട്ട് എഫ്. നോക്കിയേ എന്ത് സുന്ദരമായിട്ട് നമ്മൾ ബോക്സ് പസിൽ ചെയ്തു എന്നുള്ളത്. ഞാനത് പറഞ്ഞേ, വിത്തിൻ മിനിറ്റ് പോലും എടുക്കത്തില്ല. നമ്മൾ ശരിക്കും ഒരു ഇൻഫർമേഷൻ എഴുതി ഈ ബോക്സ് പസിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് മിനിറ്റ് പോലും എടുക്കത്തില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പസിലാണ് ഈ ബോക്സ്, ഫ്ലോറ്, പോസ്റ്റ്, മുമ്പേ കണ്ട പോസ്റ്റ് ബേസ് പസിൽ, ഇതൊക്കെ. സോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് നോക്കാം അതിനകത്ത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ബോക്സസ് ആർ പ്ലേസ്ഡ് ബിറ്റ്വീൻ ബോക്സ് ജി ആൻഡ് എ? ജിയുടെയും എയുടെ ഇടയ്ക്ക് എത്ര പേരുണ്ട്? 1 2 3 4 5. സോ 5 is the answer. Which of the following boxes is placed at topmost position? ഏതാണ് ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ വരുന്നത്? നമുക്ക് കാണാം. സോ നമുക്ക് കാണാം ടോപ്പ് മോസ്റ്റിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് എഫ് ആണ്. നമുക്ക് അടുത്തതിലേക്ക് പോകാം. വിച്ച് ബോക്സ് ഈസ് പ്ലേസ് എക്സാക്ട്ലി ബിറ്റ്വീൻ എഫ് ആൻഡ് സി? എഫിൻ്റെയും സിയുടെ ഇടയ്ക്ക് നിങ്ങൾ നോക്കുക, എഫിൻ്റെയും സിയുടെ ഇടയ്ക്ക് എത്ര പേര്? 9 അല്ലേ? സോ 3 4 5 6 7. സോ 3 എണ്ണം അങ്ങോട്ടും 3 എണ്ണം ഇങ്ങോട്ടും. സോ എക്സാക്ട്ലി മിഡിൽ വരുന്നത് എച്ച് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. വാട്ട് ഈസ് ദ കറക്റ്റ് പൊസിഷൻ ഓഫ് ബോക്സ് ഇ ഫ്രം ടോപ്പ് മോസ്റ്റ് പൊസിഷൻ? ടോപ്പിൽ നോക്കുമ്പോൾ ഈ എത്രാമതാണ്? 1 2 3 എന്നുമ്പോൾ തെറ്റരുത്. 1 2 3 4, 4ാമതാണ് നമ്മുടെ പൊസിഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനാണ് നിങ്ങൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത്. പലർക്കും തെറ്റിപ്പോകുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. പസിൽ നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ക്വസ്റ്റ്യൻസും ചിലപ്പോൾ ട്രിക്കി ആയിരിക്കും. അങ്ങനെ ഒരു ട്രിക്കി ക്വസ്റ്റ്യനാണിത്. പലർക്കും ഇതിൻ്റെ ഉത്തരം തെറ്റിപ്പോകാം അതിനകത്ത്. സോ നമുക്ക് നോക്കാം. ബോക്സ് ഇ ഈസ് റിലേറ്റഡ് ടു ബോക്സ് ബി. ബോക്സ് ഇ ഈസ് റിലേറ്റഡ് ടു ബോക്സ് ബി. ബോക്സ് ഇ ഈസ് റിലേറ്റഡ് ടു ബോക്സ് ബി. എങ്ങനെയാ? ഇ ഈസ് സെക്കൻഡ് 2 boxes away above ബി. അതാണ് ഇ ഈസ് 2 boxes above ബി. അതാണ് ഇത് 2 boxes above ബി. ഇനി അടുത്ത ആളിൽ നോക്കി. എച്ച് ഈസ് റിലേറ്റഡ് ടു ഡി. എച്ച് ഡി. സോ സെയിം എച്ച് 2 boxes above ഡി. എച്ച് 2 ബോക്സസ് കണ്ടില്ലേ? സെയിം റിലേഷനാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ദെൻ ഇൻ ദ സെയിം വേ വിച്ച് ബോക്സ് ഈസ് റിലേറ്റഡ് ടു ഐ? ഇവിടെ നിങ്ങൾക്ക് വലിയൊരു അബദ്ധം പറ്റും. വിച്ച് ബോക്സ് ഈസ് റിലേറ്റഡ് ടു ഐ എന്ന് പറയുമ്പോൾ എല്ലാവരും ചാടി കയറി എച്ചിലേക്ക് വരും. കാരണം എച്ചിൻ്റെ ഒരു 2ാമത് ബോക്സ് ആണല്ലോ ഐ. ഒരിക്കലുമല്ല. എച്ച് ഈസ് 2 boxes above ഡി എന്ന് പറയുന്നത് പോലെ ഇവിടെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. വിച്ച് ബോക്സ് ഈസ് റിലേറ്റഡ് ടു ഐ എന്ന് പറഞ്ഞാൽ ഐയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എഫ്, അല്ലാതെ എച്ച് അല്ല. ഐയുമായിട്ട് റിലേറ്റ്. ഇവിടെ ബി ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഇ ആ. അതാ അവർ പറഞ്ഞത്. ഡി ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എച്ച്. അങ്ങനെയെങ്കിൽ ഐ റിലേറ്റ് ചെയ്തിരിക്കുന്നത് ആരെയാണ്? അപ്പം നിങ്ങൾ നോക്കേണ്ടത് ഇവരെയാണ്, ഇയും എച്ച്. അങ്ങനെയാണെങ്കിൽ ഐയുമായിട്ട് നിൽക്കുന്നത് എഫ് 2 boxes above ഐ. ഇതാണ് കറക്റ്റ്. അല്ലാതെ ഒരിക്കലും അത് എച്ച് വരില്ല. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. സോ ബോക്സ് എഫ് ഇസ് ആൻസർ. നമ്മൾ പസിൽ ചെയ്തെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല, തെറ്റിപ്പോകാതെ ശ്രദ്ധിക്കുക. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത പസിലിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇത്ര നേരം കണ്ടത് 3 പസിൽ കണ്ടു. ഇനി നമുക്ക് 2 പസിലും കൂടെ ഉണ്ട് ബാക്കി.
ഇത്ര നേരമുള്ള പസിലിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, വേരിയബിൾ ഇല്ലായിരുന്നു. എന്നാൽ ഇനിയുള്ള 2 പസിൽ ബൈ വേരിയബിളാണ്. നിങ്ങൾക്ക് വന്ന 5 പസിൽ 3 വേരിയബിൾ ഇല്ലാത്തതും 2 വേരിയബിൾ ഉള്ളത് ബൈ വേരിയബിൾ കൊണ്ടാണ്. ബൈ വേരിയബിളാണ് ശരിക്കും പി ഒയുടെ ഒരു സ്റ്റാൻഡേർഡ്. സോ പി ഒ പ്രിലിംസിന് വരുന്നത് മൊത്തം ബൈ വേരിയബിൾ ആയിരിക്കും. എന്നാൽ അവർ നിങ്ങളോട് കുറച്ച് കരുണ കാണിച്ചു അതിനകത്ത്. ഒരു മോഡറേറ്റ് ലെവലിൽ പോകാനായിരിക്കും, കാരണം മാത്സ് നല്ല ടഫ് ആയതുകൊണ്ട് റീസണിങ് ഒരു മോഡറേറ്റിലേക്ക് കൊണ്ടുപോയെന്നേ ഉള്ളൂ. സോ നമ്മൾ ഇത്ര നേരം കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ബൈ വേരിയബിളിലേക്ക് കിടക്കാം. നമ്മളിനി അടുത്ത കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. സോ ഇതിനെ നമ്മൾ സെലക്ഷൻ ബേസ്ഡ് പസിൽ എന്ന് പറയും, ടാബുലാർ പറയും. സോ അങ്ങനെ പല അധികം പേരുകളുള്ള ഒരു പസിലാണ് ഇതിലെ കാറ്റഗറൈസ്ഡ് പസിൽ. എല്ലാത്തിനും ഇത്ര നേരം നമ്മൾ കണ്ട പോലെയല്ല, ആളുകൾ കൂടുതലും കാറ്റഗറി കുറവുമായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ കൂടുതലുള്ള ആളുകളെ ഓരോ കാറ്റഗറിയിലേക്ക് പിടിച്ചിടണം. അതാണ് നമ്മൾ കാറ്റഗറൈസ്ഡ് പസിലാണ് ഇവൻ്റെ ശരിക്കുള്ള പേര്, ഇല്ലേ സെലക്ഷൻ ബേസ്ഡ് പസിൽ എന്നുള്ളത്. സോ നമുക്ക് ഇവരെ നോക്കാം എന്താണെന്നുള്ളത്. അതിനകത്ത് 7 persons സ്റ്റഡി ഇൻ 3 different യൂണിവേഴ്സിറ്റീസ്, ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് ആൻഡ് ടെക്സാസ്. അവർ പറഞ്ഞിട്ടുണ്ട് മിനിമം 2 but not more than 3 persons സ്റ്റഡി ഇൻ സെയിം യൂണിവേഴ്സിറ്റി. 7 പേർ നിങ്ങൾ 3 യൂണിവേഴ്സിറ്റിയിലാക്കി ഇവരെ മാറ്റണം. സോ നിങ്ങൾക്ക് 7നെ 3, 3, 1 ആക്കാം, 3, 2, 2 ആക്കാം. ഇവിടെ അതിനാണ് അവർ കണ്ടീഷൻ കൊടുത്തേക്കുന്നത്. അവർ പറഞ്ഞിട്ടുണ്ട് മിനിമം 2ഉം മാക്സിമം 3ഉമാണ്, നോട്ട് മോർ ദാൻ 3. സോ അത് ആദ്യം നമ്മൾ തിരഞ്ഞെടുക്കണം എങ്ങനെയാണ് നമ്മളിതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് എ കാറ്റഗറൈസേഷൻ. സോ നമ്മൾ അതിനെ ആദ്യം ഇത് ചെയ്യുന്നു. ഇനി നമുക്ക് തീരുമാനിച്ചു നമ്മൾ എങ്ങനെയാണ്. ഒരെണ്ണത്തിൽ 3, അടുത്ത 2, 2. അതാണ് നമ്മുടെ ഇത്. ഇനി നമുക്ക് ഇൻഫർമേഷനിലേക്ക് പോകാം. 7 persons 3 ഇതിലാണ്. സോ നമുക്ക് ഇതിലേക്ക് കിടക്കാം. നമുക്ക് ഇൻഫർമേഷൻ എഴുതാം, ബൈ ദ ടൈം നമുക്ക് പൂരിപ്പിക്കുകയും ചെയ്യാം. അതിനകത്ത് പി ലൈക്സ് ബ്രൗൺ ബട്ട് ഡസ് നോട്ട് സ്റ്റഡി ഇൻ ടെക്സാസ്. പി ബ്രൗണ് ഇഷ്ടപ്പെടുന്നു പക്ഷേ ടെക്സാസിൽ വരുന്നില്ല. അപ്പോൾ പി ബ്രൗൺ എവിടെ വരുന്നില്ല? ടെക്സാസിൽ വരുന്നില്ല. പക്ഷേ എവിടെയൊക്കെ വരാം? കേംബ്രിഡ്ജിലും വരാം, ഓക്സ്ഫോർഡിലും വരാം. സോ പി ബ്രൗൺ. പിന്നെ ഈച്ച് ഓഫ് ദം ലൈക്ക് ഡിഫറെൻറ്റ് കളർ, അതും പറഞ്ഞിട്ടുണ്ട്, അതാണ് വേരിയബിൾ അതിനകത്ത്. ടി സ്റ്റഡി ഓൺലി വിത്ത് ക്യൂ ബട്ട് ദേ ഡു നോട്ട് സ്റ്റഡി ഇൻ ടെക്സാസ്. ടി ക്യൂവിൻ്റെ കൂടെ പഠിക്കത്തുള്ളൂ, ക്യൂവിൻ്റെ കൂടെ മാത്രം. അതിനകത്ത് വേറൊരാളെ ആഡ് ചെയ്യാൻ അവിടെ പറ്റില്ല എന്നർത്ഥം. അവർ ടെക്സാസിലല്ല. സോ നമുക്ക് ഇവിടെ വരെ ആഡ് ചെയ്യാം. സോ ക്യൂ ട്യൂവിൻ്റെ കൂടെ മാത്രം എന്ന് കാണിക്കാനാണ് ഞാൻ ഈ സ്റ്റാർ ഇട്ടേക്കുന്നത്. അതിനർത്ഥം ഇനി ഇവിടെ നിങ്ങൾക്ക് ഒരാളെ ആഡ് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. നിങ്ങൾക്ക് ബാക്കിയുള്ളടത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെയും വെക്കും. Yes and the one who like white in study in same university. Yes and white സെയിമിലാണ്, സെയിം യൂണിവേഴ്സിറ്റി ആണെന്ന് കാണിക്കാനാണ് ഞാൻ നേരെ എഴുതിയേക്കുന്നത്. അതിനാണ് വി ആൻഡ് ദ വൺ ഹൂ ലൈക്സ് മറൂൺ ഇൻ ദ സെയിം യൂണിവേഴ്സിറ്റി. അതുപോലെ വിയും മറൂണും സെയിം യൂണിവേഴ്സിറ്റിയാണ്. ദ വൺ ഹൂ ലൈക്സ് ഗ്രേ ആൻഡ് ഗ്രീൻ സ്റ്റഡി നെയ്തർ ഇൻ ദ സെയിം യൂണിവേഴ്സിറ്റി ഓർ ഇൻ ടെക്സാസ്. ഗ്രേയും ഗ്രീനും ടെക്സാസിൽ പഠിക്കില്ല, അതുപോലെ അവർ സെയിം യൂണിവേഴ്സിറ്റിയിലും പഠിക്കില്ല. സോ ഗ്രേ ഗ്രീൻ അവർ ഡിഫറെൻ്റ് ആണെന്നേ ഉള്ളൂ, മേളിലും താഴെ നല്ലതാണ് ഈ കാണിച്ചേക്കുന്നത്. പക്ഷെ അവരെവിടെയും പഠിക്കില്ല, ടെക്സാസിലും പഠിക്കില്ല. അപ്പോൾ അവരെവിടെയും ഇവിടെയായിട്ടായിരിക്കും വരുന്നത് അതിനകത്ത്. ഓക്കെ. ടി ഡസ് നോട്ട് സ്റ്റഡി ഇൻ ഓക്സ്ഫോർഡ്. ടി ഓക്സ്ഫോർഡിൽ പഠിക്കില്ല. സോ ടി ഓക്സ്ഫോർഡിൽ പഠിക്കില്ല. അപ്പോൾ നമ്മുടെ ഈ കണ്ടീഷൻ തെറ്റി. സോ നമുക്കത് നോക്കേണ്ട കാര്യമില്ല, ഇനി ഇത് നോക്കിയാൽ മതി. ദ വൺ ഹൂ ലൈക്ക് സിൽവർ ആൻഡ് ഗ്രേ സ്റ്റഡി ഇൻ സെയിം യൂണിവേഴ്സിറ്റി. ഗ്രേയുടെ കൂടെ ആയിരിക്കും സിൽവർ. പിന്നെന്താ? വി സ്റ്റഡി വിത്ത് മോർ ദാൻ 1 person. അപ്പോൾ 3-ലുള്ളതാണ് വി, മോർ ദാൻ 1 person. അപ്പോൾ വി 3-ൽ ഉള്ള ആളാണ്. എവിടെയാണ് 3 പേർ അതിലൊരാൾ വി ആയിരിക്കും. ക്യൂ ഡസ് നോട്ട് ലൈക്ക് സിൽവർ. ക്യൂ സിൽവർ ഇഷ്ടപ്പെടുന്നില്ല. ആർ ഡസ് നോട്ട് സ്റ്റഡി ഇൻ ഓക്സ്ഫോർഡ്. ആർ ഓക്സ്ഫോർഡിൽ പഠിക്കുന്നില്ല.
ഏതായാലും ഇവിടെ ഇനിയും പറ്റില്ല. അപ്പോൾ 6നെ നമുക്കിവിടെ പ്ലേസ് ചെയ്യും. 6 ടെക്സാസിലേക്ക് വരുന്നു. 6 ഡസ് നോട്ട് ലൈക്ക് ഗോൾഡ് ആൻഡ് മറൂൺ. അത് മാത്രമല്ല 6 എന്തൊക്കെ ലൈക്ക് ചെയ്യുന്നില്ല? ഗോൾഡും ഇല്ല, മറൂണും ഇല്ല. അതുപോലെ എസ് ആൻഡ് യു ഗോൾഡും പറ്റുന്നില്ല. എസ് ആൻഡ് യു ഗോൾഡും പറ്റില്ല. സോ എസ് ആൻഡ് യു ഡസ് നോട്ട് ലൈക്ക് ഗോൾഡ് എന്നാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി പ്ലേസ് ചെയ്യാം. നമുക്ക് ഈ ഇൻഫർമേഷൻ അനുസരിച്ച് ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇൻഫർമേഷൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ അല്ലാത്തത് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇൻഫർമേഷൻ ഉള്ളത് നോക്കുക. ഗ്രേയും ഗ്രീനും ടെക്സാസിൽ പഠിക്കില്ല, പക്ഷേ അവർ സെയിം യൂണിവേഴ്സിറ്റി അല്ല. അപ്പോൾ അവർ ടെക്സാസിലും അല്ല, ഇതല്ല. അപ്പോൾ ഗ്രേ ഇവിടെ വരാം, ഗ്രീൻ ഇവിടെ വരാം. പക്ഷേ വേറൊരു ഇതുകൊണ്ട് കൂട്ടി വായിക്കുക. ഗ്രേയും സിൽവറും കൂടെ വരത്തുള്ളൂ. ഗ്രേയും സിൽവറും കൂടെ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ആയിരിക്കും ഗ്രീൻ ആപ്റ്റ്. ഗ്രീൻ ഇവിടെ. ഇനിയും ക്യൂ ആണോ ടി ആണോ ഗ്രേ എന്നറിയാൻ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ക്യൂ സിൽവർ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഒബ്വിയസ്ലി ക്യൂ ആയിരിക്കും ഗ്രേ, ടി ആയിരിക്കും സിൽവർ. കാരണം ഗ്രേയും സിൽവറും കൂടെ ആണോ ഒന്നിച്ച് വരുന്നത്. ഇനിയും ഇപ്പോൾ നമുക്ക് 2 പേര് ഇവിടെ ആയി, 2 ഏകദേശം കളറായി. ഇനി നമുക്കിതിലേക്ക് ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആളുകൾ. സോ എസും വൈറ്റും കൂടെ കൊടുത്താൽ വീണ്ടും പറ്റില്ല. കാരണം അവിടെ വി വരത്തില്ല. വി കൂടുതലുള്ളിടത്തേ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇവരെ ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വി മറൂൺ, പിന്നെ എസ് വൈറ്റ്. അപ്പോൾ ഇവിടെ ആയിരിക്കും അതിൻ്റെ ഇതുള്ളത്. ഇനി ഇവിടുന്ന് ആരെയൊക്കെ പ്ലേസ് ചെയ്യണം? വിയുടെ അടുത്ത് ആരുണ്ട് എന്നുള്ളത്. 6ൻ്റെ അടുത്ത് വിയും മറൂണും, എസും വൈറ്റും, മറൂണും വൈറ്റും. എസിന് എന്തായാലും വൈറ്റ് വരില്ല. അപ്പോൾ വിയുടെ കൂടെ മറൂൺ. എന്നാൽ 6ന് മറൂൺ വരുമോ? ഇല്ല. അപ്പോൾ ആരായിരിക്കും മറൂൺ? വിക്ക് എന്തായാലും വരില്ല. അപ്പോൾ എസിനായിരിക്കും മറൂൺ. പിന്നെ ആരാ? 6ന് എന്ത് വരില്ല? ഗോൾഡും വരില്ല, ഇതും വരില്ല. പിന്നെന്താ? എസും യുവും. ഇനി ആരാ ഉള്ളത് പ്ലേസ് ചെയ്യാൻ? യുവിന് ആര് വരില്ല എന്ന്? ഗോൾഡ് വരില്ല. അപ്പോൾ യുവിനും വരില്ല, എസിനും വരത്തില്ല, ഗോൾഡ് വരത്തില്ല. അപ്പോൾ ഗോൾഡ് ആർക്ക് വരും? അപ്പോൾ ഇനിയും ബാക്കി ആരാ? വൈറ്റ് നമ്മളിവിടെ കൊടുക്കുന്നു. കാരണം എസും വൈറ്റും അല്ലേ. സോ എസിൻ്റെ കൂടെ വന്ന വൈറ്റ് 6ൻ്റെ കൂടെയും വിയുടെ കൂടെ വന്ന മറൂൺ എസിൻ്റെ കൂടെ. ഗോൾഡ് ഇവർ രണ്ടും സ്വീകരിക്കാത്തതുകൊണ്ട് വി ഗോൾഡ് സ്വീകരിച്ചു. സോ ദിസ് ഈസ് ദ അറേഞ്ച്മെൻറ്റ്. പി യു ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പിയും യുവും, കേംബ്രിഡ്ജിൽ ടിയും ക്യൂവും, ടെക്സാസിൽ 6ഉം വിയും എസ്. പി ബ്രൗൺ ഇഷ്ടപ്പെടുന്നു, യു ഗ്രീൻ ഇഷ്ടപ്പെടുന്നു, ടി സിൽവർ, ക്യൂ ഗ്രേ, ആർ വൈറ്റ്, വി ഗോൾഡ്, എസ് മറൂൺ. നമുക്കിനി ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണ്. വിച്ച് ഓഫ് ദ പേഴ്സൺ സ്റ്റഡി ഇൻ ഓക്സ്ഫോർഡ്? ഓക്സ്ഫോർഡിൽ ഇവരിൽ ആരൊക്കെയാണ് പഠിക്കുന്നത്? പിയും യുവും. പക്ഷേ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. സോ ആൻസർ ഈസ് none of this. ഓക്കെ, ഹൂ ലൈക്സ് വൈറ്റ് കളർ? ആരാണ് വൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നത്? ഇറ്റ് ഈസ് ഒബ്വിയസ്ലി ആർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കളേഴ്സ് ഡസ് ടി ലൈക്ക്? ടി ഏത് കളറാണ് ഇഷ്ടപ്പെടുന്നത്? ഇറ്റ് ഈസ് ഒബ്വിയസ്ലി സിൽവർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ? ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ? പി ആൻഡ് എസ് സ്റ്റഡി ഇൻ ദ സെയിം യൂണിവേഴ്സിറ്റി? നോ. ടി ലൈക്സ് ഗ്രേ കളർ? നോ. ആർ സ്റ്റഡീസ് ഇൻ ടെക്സാസ്? യെസ്. ദ വൺ ഹൂ ലൈക്സ് സിൽവർ സ്റ്റഡീസ് ഇൻ കേംബ്രിഡ്ജ്? ഇത് കറക്റ്റാണ്. ഇനി വൺ ഹൂ ലൈക്സ് സിൽവർ സ്റ്റഡീസ് ഇൻ കേംബ്രിഡ്ജ്? യെസ്. ദിസ് വൺ ഓൾസോ കറക്റ്റ്. സോ ഓപ്ഷൻ ഈസ് ബോത്ത് സി ആൻഡ് ഡി. Who among the following studies in Texas? R and the one who likes grey? R and the one who, no. S and the one who likes white? S and the one who likes, yes. V and the one who likes green? No. Q and the one who likes silver? S and the one who likes white? അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ലാസ്റ്റ് പസിലേക്ക് പോകാം. നമ്മൾ ഇത്ര നേരം 4 പസിൽ കണ്ടു. 3 വേരിയബിൾ ഇല്ലാത്തത്, 1 വേരിയബിളുള്ള മിക്സഡ് പസിൽ. എന്നാൽ നമുക്ക് നമ്മുടെ ലാസ്റ്റ് പസിലേക്ക് നല്ല ചൂട് പസിൽ നമുക്കതിലേക്ക് നോക്കാം. നമ്മുടെ ഇന്നത്തെ ഫ്ലോർ പസിലാണ്. ഫ്ലോർ പസിൽ, ബോക്സ് പസിൽ വന്നാൽ നിങ്ങൾ കോൾ അടിച്ചെന്നർത്ഥം. ഞാനത് എപ്പോഴും എൻ്റെ കുട്ടികളുടെ അടുത്ത് പറയത്തുള്ളൂ. അത് ചെയ്ത് മുന്നോട്ട് പോവുക. അത് ബൈ വേരിയബിൾ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും.
അപ്പോൾ അങ്ങനെ നല്ല നല്ല സ്വയംഭം സാധനം നമ്മുടെ മുമ്പിൽ വന്നേക്കുന്നത്. നമ്മൾ അതിലേക്കൊന്ന് നോക്കാം. നമ്മുടെ ഫ്ലോർ പസിലേക്ക് ഇതൊരു ബൈ വേരിയബിളാണ്. അതിനകത്ത് 7 പേഴ്സൺസ് ABCD പിന്നെ കഥകളെല്ലാം അതേപോലെ. താഴത്തെ ഫ്ലോർ 1 ജസ്റ്റ് അബവ് ഫ്ലോർ 2 ABCD അങ്ങനെയൊക്കെ തന്നെ. ഈച്ച് പേഴ്സൺ ലൈക്ക് ഡിഫറെൻറ്റ് കളർ. ഇവിടെ വേരിയബിൾ ഡിഫറെൻറ്റ് കളറാണ്, മുമ്പത്തെ പോലെ തന്നെ ഡിഫറെൻറ്റ് കളറാണ് അതിനകത്ത്. ഇനി നമുക്ക് ഇതിലേക്ക് വരാം. സോ നമുക്ക് നമ്മുടെ ഫ്ലോർ വരച്ചിടാം. ഫ്ലോർ വരച്ചിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, താഴേന്ന് വേണം മുകളിലേക്ക് വരയ്ക്കാൻ അതിനകത്ത്. സോ അല്ലാതെ മുകളിൽ നിന്ന് താഴേക്ക് വരയ്ക്കരുത്, നിങ്ങൾക്ക് തെറ്റിപ്പോവും അവസാനം. ഏഴ് ഫ്ലോർ പേഴ്സൺസ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇതിലേക്ക് വരാം. G lives on an even numbered floor but 3 floor above the one who likes black. മനസ്സിലാക്കിയെടുക്കണം. G lives on an even numbered floor. G ഈവൻ നമ്പറിലാണ്. ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ 2, 4, 6, 8 അതിനകത്ത്. ബട്ട് എന്തും കൂടെ പറഞ്ഞിട്ടുണ്ട്, 3 floor above the one who like black. ബ്ലാക്ക് ഇഷ്ടപ്പെടുന്ന ആളുടെ ഫ്ലോറിനേക്കാൾ 3 എണ്ണം, അതായത് അതിൻ്റെ ഇടയ്ക്ക് 2 ഫ്ലോറും കൂടെ വരുമെന്നർത്ഥം. അപ്പോൾ ഇത് 6 ആണെങ്കിൽ ഇത് 5, 4, 3 ഇല്ലെങ്കിൽ നമുക്ക് താഴോട്ട് എടുക്കാം അതിനകത്ത്. ഓക്കെ, അടുത്തത് നോക്കാം. There are as many persons live above the one who likes purple as below the one who likes black. ഇതിനെ നമ്മൾ പെയറിംഗ് എന്ന് പറയും. അതായത് പർപ്പിളിൻ്റെ മുകളിലേക്ക് എത്ര എണ്ണം ഉണ്ടോ അത്രയും തന്നെ ആയിരിക്കും ബ്ലാക്കിൻ്റെ താഴേക്ക്. പർപ്പിളിൻ്റെ മുകളിലേക്ക് എത്ര ഉണ്ടോ അത് തന്നെ ആയിരിക്കും ബ്ലാക്കിൻ്റെ താഴിലേക്ക്. സോ ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ പർപ്പിൾ ആൻഡ് ബ്ലാക്ക് ഈസ് പെയർഡ് എന്ന് പറയും അതിനകത്ത്. സോ C lives 2 floor above the one who likes white who lives on odd numbered floor. C lives 2 floor above the one who likes white. എന്നാൽ വൈറ്റ് ഹൂ എപ്പോഴും ശ്രദ്ധിക്കുക, ഹൂ എന്ന് പറയുന്നത് തൊട്ട് മുമ്പുള്ള ആളിനെ ആയിരിക്കും ഇത് ചെയ്യുന്നത്. അവിടെ സി അല്ലത് വൈറ്റ് ഇഷ്ടപ്പെടുന്ന ആളിനെയാണ്. സോ സി 2 ഫ്ലോർ എബോവ് വൈറ്റിനെ ഇഷ്ടപ്പെടുന്നത്. വൈറ്റ് എവിടെയാണ്? ഓഡ് പൊസിഷനിലാണ്. സി ഡസ് നോട്ട് ലൈക്ക് ബ്ലാക്ക്. സി ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നില്ല. B lives 2 floor above the one who likes violet. B lives 2 floor above the one who likes violet. വയലറ്റ് ഇഷ്ടപ്പെടുന്ന ആളിനേക്കാൾ 2 ഫ്ലോർ. അപ്പോൾ ഇടയ്ക്കൊരാൾ ബി. The one who likes green lives just above the one who likes pink. പിങ്കിൻ്റെ തൊട്ട് മുകളിലായിരിക്കും ഗ്രീൻ. ജസ്റ്റ് എബോവ് ആണ്. സോ ഇവ രണ്ടും ഒന്നിച്ചേ വരത്തുള്ളൂ. More than 3 persons live between E and F. More than 3 persons live between E and F. ഇയുടെയും എഫിൻ്റെ ഇടയ്ക്ക് 3+, അതായത് മോർ ദാൻ 3, 4 ആകാം, 5 ആകാം, ഇതും ആകാം. ആൻഡ് ഇ ആൻഡ് എഫ് ഹൂ മീൻസ് എഫ്. എഫ് ജസ്റ്റ് എബോവ് ഡി. എഫ് എന്ന് പറയുന്നത് ജസ്റ്റ് എബോവ് ഡി. ഡിയുടെ തൊട്ട് മുകളിലാണ് എഫ്. ഇങ്ങനെ അറേഞ്ച്മെൻറ്റ് വരാം. ഡി ഇതിൻ്റെ മുകളിലും വരാം, എന്നിട്ടും വരാം, അതങ്ങനെയും വരാം. നമുക്ക് അറേഞ്ച് ചെയ്ത് നോക്കാം. സോ ഇത്രയാണ് നമ്മുടെ ഇൻഫർമേഷൻ. അപ്പോൾ നമ്മൾ ക്ലിയറായി, നമ്മുടെ ഇൻഫർമേഷൻ ക്ലിയറായി. നമുക്ക് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നോക്കിയാൽ മതി. ഒബ്വിയസ്ലി കണക്ഷൻ ഉള്ളത് നോക്കുക, ബ്ലാക്ക്. സോ നമുക്ക് അതിൻ്റെ പോസിബിലിറ്റി ഇട്ട് നോക്കാം. ജി ഒരു ഈവൻ നമ്പറിലാണ് വരുന്നത്. ബ്ലാക്ക് ഏറ്റവും 2 എണ്ണം കഴിഞ്ഞ് ബ്ലാക്ക്. സോ ഒബ്വിയസ്ലി നമുക്ക് ഇവിടെ കൊടുത്ത് നോക്കാം. 1-ൽ ബ്ലാക്ക് വന്നാൽ 2, 3, 4-ൽ ജി വരും. ജി ഈവനിലായി. ഇവിടെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇതിനെ കയറ്റി വെക്കുന്നു. ജി ഇവിടെ വരുന്നു. അത്രയേ ഉള്ളൂ കാര്യം അതിനകത്ത്. ഇനിയും എന്താ പറഞ്ഞേക്കുന്നത്? ബ്ലാക്കിന് താഴെ എത്രയുണ്ടോ അത്രയും പർപ്പിളാണ്. ഞാൻ പറഞ്ഞു പെയറിംഗ് ആണ്. സോ ബ്ലാക്ക് ഇവിടെ വന്നാൽ പർപ്പിൾ ഇവിടെ വരും. ഇനി നമുക്ക് ആരെ കണക്ട് ചെയ്യാം? ഓക്കെ, വൈറ്റ് ഓടിലാണ്. ഓക്കെ, വൈറ്റ് ഓഡ് നമ്പറിലാണ്. ഇവിടെ പറ്റില്ല. അപ്പോൾ വൈറ്റ് ഇവിടെ വെക്കാം നമുക്ക്. 1 കഴിഞ്ഞിട്ട് സി. ഓക്കെ, സി ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതവിടെ നിൽക്കട്ടെ അതിനകത്ത്. ഇനി നമുക്ക് അപ്പോൾ നമ്മൾ ഇതെടുത്തു. ഇനി എന്താ? ഗ്രീനും പിങ്കും ഒന്നിച്ചാണ് വരുന്നത്.
ഗ്രീനും പിങ്കും ഒന്നിച്ചാണ് വരുന്നത്. അങ്ങനെ പോർഷൻ നമുക്ക് ഇപ്പോൾ തൽക്കാലം ഇത് ചെയ്യണ്ടാന്ന് തോന്നുന്നു. വയലറ്റ് കഴിഞ്ഞ് 1 കഴിഞ്ഞ് ബി. നമുക്ക് വയലറ്റിനെ ഇവിടെ വെക്കാം, പറ്റില്ല. വയലറ്റിനെ ഇവിടെ വെക്കാം, ബി ഇവിടെ, അല്ലേ? വയലറ്റിനെ ഇവിടെ പറ്റില്ല. ഇവിടെ വെച്ചാൽ ബി ഇവിടെ വരണം, പറ്റില്ല. വയലറ്റ് ഇവിടെ പറ്റില്ല. സോ വയലറ്റ് ഇവിടെ വെച്ച് നോക്കാം. വയലറ്റ് കഴിഞ്ഞ് ഒരെണ്ണം കഴിഞ്ഞ് ബി. ഇനി എന്താ, ഇപ്പം നമ്മുടെ പ്ലേസ് ആയി. ഗ്രീനും പിങ്കിനെയും വെക്കേണ്ട സമയമായി. ഇവിടെ പറ്റില്ല. സോ ഗ്രീൻ പിങ്ക്. അപ്പോൾ ഇനി ആരെ പ്ലേസ് ചെയ്യണം? വൈറ്റ് കഴിഞ്ഞ് ഇനിയാണ് നമ്മുടെ കണ്ടീഷൻസ് വരുന്നത്. ഇയും ഡിയും തമ്മിൽ 3 ഇതിൻ്റെ വ്യത്യാസം ഉണ്ടാകും. മാത്രമല്ല ഇതാ ശ്രദ്ധിക്കേണ്ടത്, ഡിയുടെ തൊട്ട് മുകളിൽ എഫ് വരണം. അങ്ങനെ ഒരു പോർഷൻ നമുക്ക് ഇവിടെ വെക്കാൻ പറ്റുമോ? ഡി എഫ് നോക്കാം. ഡി ഇവിടെ വെച്ചാൽ എഫ് ഇവിടെ വരും. 1 2 3 4 ആയി, 3+ ആയി. സോ ഇ ഷുഡ് ബി ഹിയർ. ഓക്കെ, ഇനി നമ്മുടെ പെൻഡിങ് കളർ പർപ്പിളായി, ഗ്രീനായി, റെഡായി, റെഡായില്ല. ഇനി ആരാണ് പെൻഡിങ് ആള്? എ ബി സി എ. സോ നോക്കിക്കേ, ഞാൻ പറഞ്ഞ പോലെ എന്താ നല്ല കോഴിക്കോടൻ ആലുവ പോലിരിക്കുന്ന പസിലായത്. അതിനകത്ത് ഇത് അങ്ങോട്ട് കയറ്റാണ്ടല്ലോ. 5 മാർക്ക് നിങ്ങൾക്ക് സുഖമാണ്. പക്ഷേ അറിയണം, നമ്മൾ ഇട്ടേക്കുന്ന ഇൻഫർമേഷൻ നോക്കുക. നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റും വായിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ സമയം എടുക്കും. നമ്മുടെ മെത്തേഡിലേക്ക് മാറിയുള്ള ഗുണം അതാ. നമുക്ക് ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇതിട്ടില്ലെങ്കിൽ നിങ്ങൾ അടുത്ത് കിട്ടോ, എന്തായാലും കിട്ടും. ഈ 2 എണ്ണത്തിൽ എന്തായാലും നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നമ്മൾ പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇൻഫർമേഷൻ മിസ് ഔട്ട് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ 2 മിനിറ്റ് കൊണ്ട് സുഖമായിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാവുന്ന അതാ ഞാൻ പറഞ്ഞത്. ഫ്ലോറ് വേരിയബിളൊന്നും ഇല്ലെങ്കിൽ 1 മിനിറ്റ് പോലും എടുക്കത്തില്ല. വേരിയബിൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആണേലും കണ്ടില്ലേ, ഇത് അത്രമാത്രം ഒന്നും പാടൊന്നുമില്ല. എല്ലാം കറക്റ്റായിട്ട് തന്നെ നമ്മുടെ അടുത്ത് പ്ലേസ് ചെയ്ത് വരുന്നുണ്ട്. സോ നമുക്കിതിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സോ പസിൽ ചെയ്തു. ഇനി നമുക്ക് സുഖമായിട്ട് ഇതാണ് നമ്മുടെ അറേഞ്ച്മെൻറ്റ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് പോവുക എന്നുള്ളതേ ഉള്ളൂ. ഹൂ ലീവ്സ് ഓൺ ദ സെക്കൻഡ് ടോപ്പ് മോസ്റ്റ് ഫ്ലോർ? ആരാ സെക്കൻഡ് ടോപ്പ് മോസ്റ്റ് ഫ്ലോറിൽ? അതിനകത്ത് ബി ഈസ് ദ ആൻസർ. ഹൗ മെനി ഫ്ലോർസ് ആർ ബിറ്റ്വീൻ ദ പേഴ്സൺ ഹൂ ലൈക്ക് റെഡ് ആൻഡ് ബ്ലാക്ക്? റെഡിനും ബ്ലാക്കിനും ഇടയ്ക്ക് എത്ര പേരുണ്ട്? നൺ. ആരുമില്ല അതിൻ്റെ ഇടയ്ക്ക്. സോ നൺ ഈസ് ദ ആൻസർ. അടുത്തതിലേക്ക് വാ. നമ്പർ ഓഫ് പേഴ്സൺസ് ലീവ് എബോവ് സി ഈസ് 1 ലെസ് ദാൻ ദ നമ്പർ ഓഫ് പേഴ്സൺ ലീവ് ബിലോ ആരുമാണ്? സിയുടെ മുകളിലേക്ക് 2, 1 ലെസ് ദാൻ ആൻഡ് ലീവ് ബിലോ. സിയുടെ ഇത് 2, അത് 1 കുറവാണ് എന്നർത്ഥം, അല്ലേ? അപ്പോൾ താഴേക്ക് 3 പേര് വരണമെന്നർത്ഥം. 3 പേര് വരുന്നത് 1 ഹൂ ലൈക്സ് വയലറ്റ്. ജി ഈസ് ദ ആൻസർ. Who among the following lives just above the one who likes green? ഗ്രീനിൻ്റെ തൊട്ട് above. One who likes purple. Which of the following statement is true? ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ? സോ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് എപ്പോഴും ശ്രദ്ധിച്ച് വേണം അതിൻ്റെ ആൻസർ ചെയ്യാൻ. കാരണം അത് ഓപ്ഷനകത്ത് ഓപ്ഷനാണ്. ജി ഡസ് നോട്ട് ലീവ് ഓൺ പ്രൈം നമ്പേർഡ് ഫ്ലോർ. അതിന് ആദ്യം പ്രൈം നമ്പർ അറിയണം. അതെ, ജി ഡസ് നോട്ട് ലീവ് ഓൺ പ്രൈം നമ്പേർഡ് ഫ്ലോർ. എ ലീവ്സ് എബോവ് ദ വൺ ഹൂ ലൈക്സ് റെഡ്. എ ലീവ്സ് above the one who likes red. At least 2 floor gap between G and F. ഇല്ല. സോ അത് നമുക്ക് പറയാൻ പറ്റില്ല. സോ ആൻസർ ഈസ് ജിയും ശരിയാണ്, 1ഉം ശരിയാണ്, 2ഉം ശരിയാണ്. സോ ബോത്ത് 1 and 2. സോ നമ്മൾ ഇന്നത്തെ നമ്മുടെ 30 ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും നമ്മൾ സോൾവ് ചെയ്തിരിക്കുന്നു അതിനകത്ത്. അപ്പോൾ നമ്മൾ മാർച്ച് 8ൻ്റെ ഫസ്റ്റ് ഷിഫ്റ്റിൻ്റെ നമ്മൾ 30 ക്വസ്റ്റ്യൻസ് റീസണിങ് നമ്മൾ സോൾവ് ചെയ്തിരിക്കുന്നു അതിനകത്ത്. ഇനി മുന്നോട്ട് എനിക്ക് പറയാനുള്ള കാര്യം, 24-ാം തീയതി പരീക്ഷ എഴുതാം, 16-ാം തീയതി ഉള്ള എക്സാമും ഏകദേശം സെയിമൊക്കെ തന്നെയാണ്. റീസണിങ് ഇച്ചിരി എളുപ്പമായിരുന്നു അതിലേക്ക്. എന്നാൽ 24-ാം തീയതി പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളോട് ഒരു വാചകം മാത്രം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. റീസണിങ്ങിൽ നിങ്ങൾ എങ്ങനെയാണെങ്കിലും 25 ഒരു അറ്റംപ്റ്റ് കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾ അതിൽ വിജയിക്കത്തുള്ളൂ. കാരണം മാത്സ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് റീസണിങ്ങാണ്. റീസണിങ് അത്ര ഒരു ടഫിലേക്ക് വരില്ല. സോ നിങ്ങൾക്ക് എബോവ് 25 ചെയ്യാൻ പറ്റിയാൽ, ഇംഗ്ലീഷും കൂടെ നല്ല സ്കോറിലേക്ക് വന്നാൽ മാത്സ് നിങ്ങൾക്കൊരു പ്രശ്നമാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനകത്ത് അതിന് നിങ്ങൾ ചെയ്യേണ്ടത്
ഒരു പരീക്ഷ വന്നാൽ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ സെലക്ഷനാണ്. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ എപ്പോൾ സെലക്ട് ചെയ്യുന്നു അതാണ് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും മിസ്ലേനിയസ് 5 ഉള്ളെങ്കിൽ അതാദ്യം ചെയ്യാൻ നോക്കുക. എന്നിട്ട് ദെൻ പസിലിൽ എപ്പോഴും ബൈ വേരിയബിൾ എടുക്കാതെ സിംഗിൾ വേരിയബിൾ എടുക്കുക. അത് കഴിഞ്ഞ് ബൈ വേരിയബിൾ എടുക്കുക. ബൈ വേരിയബിൾ എടുക്കുമ്പോഴും ശ്രദ്ധിക്കുക അതിനകത്ത് ഫ്ലോറും ബോക്സും ഉണ്ടെങ്കിൽ അതാദ്യം ചെയ്യുക. എന്നിട്ട് മാത്രം ആ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ ചെയ്യുക. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ബൈ വേരിയബിൾ ഇച്ചിലൂടെ ടഫായിരിക്കും. ടഫെന്ന് പറഞ്ഞാൽ പഠിക്കുന്നവർക്കൊന്നും ടഫല്ല. പക്ഷെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് പിഴച്ചാൽ പിന്നെ നിങ്ങളുടെ ടെൻഷനാകും മൊത്തം. അതിനെക്കാട്ടി നല്ല എളുപ്പമുള്ള പസിൽ നോക്കി ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഉദാഹരണം സിലോയിസം വന്നോ, സിലോയിസം ഓർ ഇൻഇക്വാളിറ്റി ഓർ ബ്ലഡ് റിലേഷൻ, ഇതെന്തായാലും വരും 3 മാർക്കിന്. ഇവരിൽ ആരെങ്കിലും ഒരാൾ വരും. പിന്നെ നമ്മൾ കണ്ട പോലെ ആൽഫ ന്യൂമറിക്കിൻ്റെ വേർഡ് ഫോർമേഷൻ, പെയർ ഫോർമേഷൻ അങ്ങനത്തെ 2 മാർക്കിന് വരും. സോ മിസ്ലേനിയസ് 5 മാർക്കിന് അത് കഴിഞ്ഞു. സോ പിന്നെ എപ്പോഴും നിങ്ങൾ പസിൽ എടുക്കുമ്പോൾ നമ്മൾ കണ്ടതുപോലെ ഫ്ലോറ് ബോക്സ് കണ്ടു. ഇപ്രാവശ്യത്തെ 8 മാർക്കിന് ഫ്ലോറും വന്നു, ബോക്സും വന്നു. അപ്പോൾ ബോക്സ് സിംഗിൾ വേരിയബിളും വന്നു, ഫ്ലോറ് ഡബിൾ വേരിയബിൾ ബൈ വേരിയബിളും വന്നു. അപ്പോൾ നമ്മൾ ആദ്യം ബോക്സ് എടുക്കുക, കാരണം അത് സിംഗിൾ വേരിയബിളാണ്. പിന്നെ നമ്മൾ കണ്ട സെലക്ഷൻ ബേസ് മീൻസ് പോസ്റ്റ് ബേസ് പസിൽ അതും വളരെ എളുപ്പമാണ്. നിങ്ങൾ ഫ്ലോറും ബോക്സും പഠിച്ചോ, പിന്നെ പോസ്റ്റ് ബേസ് പസിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പിന്നെയാണ് പാരലൽ റോ വന്നത്. അത് സിംഗിൾ വേരിയബിൾ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ അന്നേരം എടുത്തത്. അത് ബൈ വേരിയബിൾ ആണ് നമ്മൾ എപ്പോഴും മാറ്റി വെക്കത്തേ ഉള്ളൂ. പിന്നെ ബൈ വേരിയബിളിലേക്ക് വരിക. ബൈ വേരിയബിളിലേക്ക് വരുമ്പോഴും ആദ്യം ബോക്സ്, ഫ്ലോറ്, മന്ത് അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യുക. എന്നിട്ട് മാത്രം സർക്കുലർ സീറ്റിങ്ങോ സ്ക്വയർ സീറ്റിങ്ങോ ആണ്. അത് എന്തായാലും നമുക്ക് കിട്ടും, ഇല്ലെന്നല്ല. കാരണം ബാക്കിയെല്ലാം നിങ്ങൾ സെറ്റാക്കി വെച്ചാൽ പിന്നീട് അത് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടാകും നിങ്ങൾ. അപ്പോൾ അങ്ങനെ ചെയ്ത് വേണം നിങ്ങൾ 24-ാം തീയതി ഉള്ളവർ മുന്നേറാൻ. ഓർക്കുക, SBIPO എന്നുള്ളത് എല്ലാവരുടെയും ഒരു അഭിമാനമായ പോസ്റ്റാണ്. നിങ്ങളെല്ലാവരും നോക്കിയിരിക്കുന്ന പോസ്റ്റ് ഏതൊരു ബാങ്ക് ആസ്പിരൻ്റെയും സ്വപ്നമാണ്. കോമ്പസ് അക്കാഡമി അതിന് ചിറക് കൊടുക്കുന്ന ആൾക്കാരാണ്. എല്ലാവരുടെയും സ്വപ്നങ്ങൾക്ക് ചിറക് കൊടുക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അതിന് ചില നിബന്ധനകളൊക്കെയുണ്ട്. നിങ്ങൾ ആദ്യം വേണ്ടത് നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുക. എനിക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിക്കുക. വിശ്വസിക്കുന്നവരെ മാത്രമേ നമുക്ക് സഹായിക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ എല്ലാ സഹായത്തിനും എപ്പോഴും കൂടെ ഉണ്ടാവും. എൻ്റെ ഈ ചെറിയ പ്രയത്നം തന്നെ ഇത് അറിയാത്തവർക്ക് വേണ്ടി അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ പാകപ്പിഴകൾ വന്നേക്കാം, കാര്യങ്ങളൊക്കെയും വന്നേക്കാം. വളരെ കാലത്തിന് ശേഷമാണ് ഒരു ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ലുക്ക് നോക്കരുത്, നിങ്ങൾ വർക്ക് നോക്കുക, എങ്ങനെയുണ്ടെന്ന് നോക്കുക. അല്ലാതെ സാർ എങ്ങനെ ഇരിക്കുന്നു, സാറിൻ്റെ മാനറിസം എങ്ങനെ. ഞാൻ 40 വർഷം 45 വർഷമായിട്ട് പിന്തുടർന്ന് പോകുന്ന മാനറിസം എനിക്ക് പെട്ടെന്ന് യൂട്യൂബിന് വേണ്ടി മാറ്റാൻ പറ്റില്ല. അത് നിങ്ങൾ എപ്പോഴും ഓർത്തോളുക. ഞാനായിട്ട് തന്നെയായിരിക്കും നിലനിൽക്കുന്നത്. സോ എൻ്റെ കണ്ടൻറ്റാണ് നിങ്ങൾ നോക്കേണ്ടത്. എന്താണ് കണ്ടൻറ്റാണ് നോക്കേണ്ടത്. കണ്ടൻറ്റ് നല്ലതാണോ നോക്കുക. ഞാനൊരു വലിയ പ്രയത്നമാണ് നടത്തിയിരിക്കുന്നത്. ഞാൻ ഇനിയും പുതിയ ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് വരും. അതിന് നിങ്ങളുടെ കമൻസും കാര്യങ്ങളും ഞങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. സോ തൽക്കാലം വിട പറയുന്നു. സൈനിങ് ഓഫ്, ടോബി ശരത് തോംസൺ. ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ.